ഇവിടെ ഒരു റേഞ്ച് റോവറിന്റെ വേലാർ അവൈലബിൾ ആണ്. അതും ഡീസലാണ്, ഡീസൽ ഓട്ടോമാറ്റിക്കലാണ്. രണ്ടും ടെമ്പററി രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളാണ്. അതെങ്ങനെയാണ് ഒപ്പിച്ച് 1500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ എ ക്ലാസ്സിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അത് ഈ GL-ലേക്ക് അങ്ങനത്തെ ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളില്ല. ഗ്രില്ലും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല വ്യത്യാസമുണ്ട്. ഒരു 7 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് മാരുതിയുടെ സുസുക്കിന്റെ എർട്ടിഗ. അപ്പൊ രണ്ടും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. 2017 മോഡൽ. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? ഓണർഷിപ്പ് ഇപ്പൊ സിംഗിൾ ഓണർ. കോഴിക്കോട് വണ്ടി. ആകെ 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് കാർ എടുക്കുന്നതിന് നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നല്ലൊരു ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ഷമീസ് കാസിലാണ്. ഷമീസ് കാസിൽ നമ്മൾ ഇതിന്റെ മുന്നേ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരുപാട് ലക്ഷറി സെഗ്മെന്റും പ്രീമിയം സെഗ്മെന്റും കളക്ഷൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് തിരുവണ്ണൂർ മിനി ബൈപ്പാസ് റോഡിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പുതിയ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോൾ. അപ്പോൾ നമ്മൾ ഇന്ന് കാറിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ഷഫീഖ് തന്നെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഇപ്പൊ പുതിയ കുറെ സ്റ്റോക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ പുതിയ വർഷത്തിൽ പുതിയ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതിൽ തന്നെ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള വണ്ടികളുണ്ട്. അവിടെ ഒരു റേഞ്ച് റോവറിന്റെ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികളുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത പിന്നെ കസ്റ്റമർക്ക് സെക്കൻഡ്സ് ആണെങ്കിലും ഫ്രഷ് വണ്ടി എടുക്കുന്ന മാതിരി തന്നെ നമ്പർ കോഴിക്കോട് നമ്പറിൽ കിട്ടുന്ന വണ്ടികളുണ്ട്. നല്ല കാര്യം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏകദേശം എത്ര കളക്ഷൻസ് ഉണ്ടാവും നമ്മുടെ കയ്യില്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 58 വണ്ടികളുണ്ട്. അതില് ഷോറൂമിന്റെ ഉള്ളിൽ വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷറി കാറ്റഗറിയിലുള്ള വെഹിക്കിൾസ് മാത്രമാണ്. പിന്നെ നോർമലി ഉള്ള വണ്ടികളും 5 lakhs ബിലോ ഉള്ള വണ്ടികളും എല്ലാ തരം വണ്ടികളും നമ്മളുണ്ട്. 5 lakhs ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ എക്സ്ചേഞ്ച് വരുന്ന വണ്ടികൾ അങ്ങനെ തന്നെ കോസ്റ്റ് ആക്കി കൊടുക്കല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ജിംനിയും താറും അതൊക്കെ പോയി തോന്നുന്നു. എല്ലാ വണ്ടികളും. പിന്നെ നമ്മളെന്താ ഡ്രീം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു വണ്ടി എന്നുള്ള എയിം വെച്ചിട്ട് നമ്മളിപ്പോ തുടങ്ങുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ റേഞ്ച് റോവർ കാണുന്നുണ്ട്, വേലാറല്ലേ? ഇതേതാ മോഡല്? ഇത് 2022 മോഡല്. 2022 മോഡല്. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഇവിടെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. K11 അല്ല, K55 ആണ്. ഫറൂഖ് ആണ് രജിസ്ട്രേഷൻ ചെയ്തത്. ഇവിടെ കോഴിക്കോടുള്ള ആളെ വണ്ടി തന്നെയാണ്. ഓക്കെ, കോഴിക്കോട്ടില്. ഇതിനിപ്പോ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ ഫുള്ള് കമ്പനി ഹിസ്റ്ററിയാണ്. 12,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, 12,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അത് ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതായത് ഇപ്പോൾ പെട്രോളാണ് വെലാർ എല്ലാവരുടെ കയ്യിലുള്ളത്. ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടണം എന്നുണ്ടെങ്കിൽ 6 മാസം ബുക്കിങ്ങിൻ്റെ അടുത്തുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, റയറാണ്, ശരിയാണ്. കാരണം യൂസ്ഡ് കാസിലൊന്നും അധികം കാണാറുമില്ല, പൊതുവേ ഇങ്ങനെ കാണാറില്ല. പിന്നെ ഡീസലും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു, പിന്നെ അത്രയും നല്ല കംഫർട്ടായി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ 4x4 ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 4x4 ഉണ്ടെങ്കിലും ഇതൊന്നും ആരും ഓഫ് റോഡ് ഒന്നും കൊണ്ടുപോകാറില്ല. എന്നാലും നമുക്ക് ആ ഒരു ഫീച്ചറും കൂടി ഇതിലുണ്ട്. നമുക്ക് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. അത്രയും എല്ലാ പാക്ഡായി ഫുള്ളി പാക്ഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഇതിൽ തന്നെ ഡൈനാമിക് R എന്ന് പറഞ്ഞ ഓപ്ഷനാണിത്. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. ഇതിനിപ്പോ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇതിപ്പോ നമ്മളിവിടെ ഷോറൂമിൽ ചോദിക്കുന്നത് 1 CR ആണ്. കറക്റ്റ് 1 CR. അതെ. ഓക്കെ, പിന്നെ അതിലെന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താന്നുള്ളൂ. അതിലൊക്കെ ഏകദേശം ലോണിന്റെ അവസ്ഥ എങ്ങനെയാ? ലോൺ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്തായാലും ലോൺ വേണ്ടി വരും. അപ്പോൾ അവരെ പ്രൊഫൈലും അങ്ങനത്തെ പ്രൊഫൈലായിരിക്കും. അപ്പോൾ എന്തായാലും ലോൺ മാക്സിമം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 70 lakhs ഒക്കെ എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഒരു റേഞ്ച് റോവറിന്റെ വേലാർ അവൈലബിൾ ആണ്. അതും ഡീസലാണ്, ഡീസൽ ഓട്ടോമാറ്റിക്കലാണ്. വളരെ അപൂർവമായി കാണുന്ന ഒരു ഇതാണ്. കാരണം യൂഷ്വലി നമ്മൾ കാണാറ് പെട്രോൾ വേരിയൻസ് ആണ്. ഇപ്പോൾ ഡീസൽ വേരിയന്റ് ഇവിടെ ഷമീസ് കാസിൽ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്യുക. അത് നമ്മുടെ മെഴ്സിഡീസിന്റെ GL അല്ലേ? അതെ, ഒരു കോമ്പാക്ട് XUV എന്നും പറയാൻ പറ്റൂല, XUV എന്നും പറയാൻ പറ്റില്ല. അതിന്റെ മെഡില് നിൽക്കുന്ന ഒരു വാഹനമാണ്. 200D. ഏതാ മോഡല്?
ഇത് 2016 മോഡൽ വരുന്നത്. 2016 മോഡൽ. അതെ. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? ഓണർഷിപ്പ് ഇപ്പോൾ തേർഡിലാണുള്ളത്. പക്ഷേ 23,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിക്കുള്ളൂ. 23,000 കിലോമീറ്റേഴ്സ്. വേറെ ആക്സിഡൻസ് ക്ലെയിമോ ഒന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ്. ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രോപ്പർ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല പിന്നെ GLA തന്നെ ഇത് സൺറൂഫ് ഉള്ള മോഡലാണ്. ഓക്കെ സൺറൂഫ് ഉള്ള മോഡൽസ് കാര്യങ്ങളൊക്കെ. ഇന്റീരിയർ മൊത്തം ഒരു ബ്ലാക്ക് ടോൺ ലക്ഷറി കാറ്റഗറിയിൽ ഏറ്റവും നമുക്ക് ബൈ ചെയ്യാനും മെയിൻ്റെനൻസ് ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ള വാഹനമാണ്. അതെ. മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമുക്കൊരു ലക്ഷറിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കാൻ പറ്റുന്ന വാഹനങ്ങളിൽ ഒരു വാഹനമാണ് GLA. നമ്മളിപ്പോ റേഞ്ച് റോവർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ്റെനൻസ്, പാർട്സ് ക്വാളിറ്റി അതാണ്. അങ്ങനെ പറ്റുന്നവർക്ക് മാത്രമാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലോണം കൊണ്ടുനടക്കാൻ പറ്റുക. ബെൻസ് പിന്നെയും കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആണ്. നമ്മൾ ആ ഒരു ലക്ഷറിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചുവട് വെക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ. അതെ. പിന്നെ ആണെങ്കിൽ നമ്മൾ സിറ്റി ഡ്രൈവിലേക്കാണെങ്കിലും നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. ചെറിയ വാഹനം അതിനെ കൊണ്ട് സിറ്റിയിൽ പാർക്കിങ്ങോ കാര്യങ്ങൾക്കോ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഈ വലിയ വണ്ടികൾ എടുക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറയുന്ന കാര്യം. കൺജസ്റ്റഡ് ആണ്. റോട്ടിലൊക്കെ നല്ല കൺജസ്റ്റഡ് ആയതുകൊണ്ട് പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. പിന്നെ ലേഡീസ് ആയാലും ഇപ്പൊ ലേഡീസ് യൂസ് ചെയ്യാനായാൽ പോലും നല്ലൊരു ലേഡീസിനാണ് ഏറ്റവും കംഫർട്ടബിൾ. കാരണം എന്താ വെച്ചാൽ ഹൈറ്റ് ഉള്ളതിനെ കൊണ്ട് അവർക്ക് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പറയുക, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ശരിക്കും ഈ A ക്ലാസ്സിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അത് ഈ GLAക്ക് അങ്ങനത്തെ ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളില്ല. അതാണ് ഈ വണ്ടിന്റെ പ്രത്യേകത. ആ ബ്ലൈൻഡ് സ്പോട്ട് GLAക്ക് ഉണ്ടാവില്ല. നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതും. ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 23 ലക്ഷം രൂപയാണ്. 23 നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. 23 ആണ് ആസ്കിംഗ് പ്രൈസ് വന്നത്. ലോൺ ഏകദേശം എത്ര പെർസെന്റേജ്? ലോൺ നമുക്ക് ഇതിനൊരു 18 ലക്ഷം രൂപ ലോൺ എന്തായാലും 18 lakhs അടുത്ത് എന്തായാലും ലോൺ കയറുന്നത്. അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും. അപ്പോൾ നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വണ്ടി തന്നെയാണ്. GLA 4 പുതിയ ടയർ ചെയ്തിട്ടുണ്ട്. പുതിയ ടയേഴ്സും ആണ്. ടയർ ഇട്ടിട്ട് ആകെ 500 കിലോമീറ്റർ ഓടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. പുതിയ ടയേഴ്സും കിട്ടും. ഓക്കെ. അടുത്ത മറ്റൊരു മെർസിഡീസ് അല്ലേ? 2015 മോഡല്. 2015 മോഡൽ. അതെ. ഏതാ വേരിയന്റ്? ഇത് E ക്ലാസ് 250. ഈ ക്ലാസ്സിൽ 250 വരുന്നത്. ഓക്കെ. ഓട്ടോമാറ്റിക് ഡീസൽ. എങ്ങനെയാ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇതിപ്പോ സിംഗിൾ ഓണറിലാണ് വണ്ടി ഉള്ളത്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി സർവീസ്. എല്ലാം പക്ക സർവീസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ ഒന്നുമില്ല. ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. 2015 വണ്ടിയൊക്കെ എത്ര നീറ്റില് ഞാൻ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വണ്ടി. പിന്നെ വെച്ചാൽ ഫുള്ള് കമ്പനി സർവീസ് ആയതിനെ കൊണ്ട് തന്നെ വണ്ടി അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ തന്നെ ശരിക്കും സർവീസ് ചെയ്യണം. അങ്ങനത്തെ പ്രീമിയം വെഹിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കമ്പനി സർവീസ് ആണെങ്കിലുള്ളൂ നമുക്ക് ആ ഒരു ഫ്രഷ് ലുക്ക് എപ്പോഴും ഉണ്ടാവാം. ഇങ്ങനത്തെ ആ ഒരു റിഫൈൻമെന്റ് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്താൽ ആ റിഫൈൻമെന്റ് കിട്ടുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ തന്നെ. പിന്നെ ഇതിൽ തന്നെ 220 വരുന്നുണ്ട് കേട്ടോ. ഇത് 220 അല്ല, ഇത് 250 ആണ്. 250 ആണ്. എങ്ങനെയാ ഇപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 30,50,000 രൂപയാണ്. 30,50,000 അല്ലേ? ഓക്കെ. 30,000. അതിലുമ്പൊക്കെ ഏകദേശം എത്ര ലോൺ കയറും? അതിൽ നമുക്കൊരു 21 ഒക്കെ ചെയ്ത് കൊടുക്കാം. 21 ഒക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 220 ഉണ്ട് അല്ലേ? അതെ. 2021 മോഡല്. അതായത് ഇതിന്റെ ശേഷം ഇറങ്ങിയ ഷേപ്പ് മാറിയ വണ്ടി. ഷേപ്പ് മാത്രമല്ല, ഫുൾ ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ മാറും വണ്ടി. ഗ്രില്ലും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല വ്യത്യാസമുണ്ട്. അത് ടോട്ടലി വണ്ടി മാറിയത്. അത് 220 ആണ്, ഇത് 250 ആണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് സെൻട്രലായിട്ട് ഒരു ചെറിയൊരു വാച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു പഴമ വക്ക ചെറിയ ലോഗോ കാര്യങ്ങളും ഇതൊക്കെ ഉള്ള വണ്ടിയാണ്. അതിൽ പിന്നെ ഫുള്ള് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളും സ്റ്റീരിയോ കാര്യങ്ങളും ഇതെല്ലാം മാറും. പുതിയൊരു പ്രീമിയം ആ ഒരു കാറ്റഗറി, ലക്ഷറി കാറ്റഗറിയിലേക്ക് വന്നത്. ഇതേതാണ്? അത് ഒരു CLA ഉണ്ട് നമ്മളതിൽ. അത് 2016 ആണത്. ഓക്കെ. 2016 CLA.
CLL തന്നെ കൂപ്പ ഡിസൈൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഈ ഒരു മോഡൽ. അതും ഈ പറഞ്ഞ മാതിരി തന്നെ വളരെ ലോ മെയിൻ്റെനൻസും കാര്യങ്ങളും ഇതൊക്കെ വരുന്ന വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണറാണ്. 65,000 ഓടിയിട്ടുള്ളൂ. CLA 200 ആണ് വരുന്ന വണ്ടി. സൺറൂഫ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള എല്ലാം KL തന്നെയല്ലേ വരുന്നത്? ഒറിജിനൽ കേരള വണ്ടി മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾ അതർ സ്റ്റേറ്റ് എടുക്കാറില്ല. പിന്നെ ഇൻ കേസ് ഏതെങ്കിലും മാറ്റത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുത്ത് അത് നമ്മളിവിടെ വെക്കാറുമില്ല. നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞു തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ. പൊതുവേ കേരള വണ്ടീസ് മാത്രമാണ് ചെയ്യാറ്. നമുക്ക് റീവണ്ടി ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരുപാട് പ്രൊസീജിയറാണ് റീവണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ. നമുക്ക് അപ്പോൾ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത കസ്റ്റമർ വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ശരിയാണ്. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാന്ന് ബുദ്ധിമുട്ടാണ്. അതെ. ഓക്കെ, അടുത്ത് ഇവിടെ ഒരു ഗ്രാൻഡ് വിറ്റാറ, ഇവിടെ ഒരു ഹൈലൈറ്റർ. അതെ, ഏട്ടനും അനിയനും. ഇതിലിപ്പോ ഏതാ ഏട്ടൻ ഏതാ അനിയൻ? രണ്ടും ടെമ്പററി രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളാണ്. അതെങ്ങനെയാണ് ഒപ്പിച്ചത്? അത് നമ്മളായിട്ടുള്ള കോണ്ടാക്ട്സ് കൊണ്ട് കിട്ടുന്ന വണ്ടികളാണ്. ഓക്കെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി നമുക്ക് കോഴിക്കോട് നമ്പർ ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. അതായത് നമ്മളിപ്പോൾ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ വണ്ടി എടുക്കുന്നത് അതേമാതിരി തന്നെ വണ്ടിയിൽ നമ്പർ നമുക്ക് കോഴിക്കോട് എവിടെ ഏത് നമ്പറാണോ വേണ്ടത് വെച്ചാൽ ആ നമ്പർ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അതെ അല്ലേ? അതെ. ഇതിപ്പോ ഗ്രാൻഡ് വിറ്റാര ഏതാണ്? ഗ്രാൻഡ് വിറ്റാര ഇത് സീറ്റ പ്ലസ് ആണ് വരുന്നത്. സീറ്റ പ്ലസ് അല്ലേ? അതെ. ഇതിന്റെ മുകളിൽ പിന്നെ ഒരു ഓപ്ഷനാണ് വരുന്നത് അൽഫ പ്ലസ്. ഇത് ഫുള്ളി ഹൈബ്രിഡ് ആണ് വരുന്നത്. സ്മാർട്ട് അല്ല, ഫുള്ളി ഹൈബ്രിഡ് സ്മാർട്ട് അല്ല. ഓക്കേ. അതുപോലെ തന്നെ കിലോമീറ്റർ ആകെ 1500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 1500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട, വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. അതിന്റെ അവസ്ഥ എന്താ? ഇത് ഏറ്റവും ടോപ്പിന്റെ മോഡല് ഹൈറൈഡർ വി ഓപ്ഷൻ വരുന്ന തന്നെ ഫുള്ളി ഹൈബ്രിഡ് വണ്ടി. ഇതും ഫുള്ളി ഹൈബ്രിഡ് ആണ്. ഈ രണ്ട് വണ്ടിക്കും 6 മാസം ബുക്കിംഗ് ഉണ്ട് കമ്പനിയിൽ. അതായത് നമ്മൾ റെഡി ക്യാഷ് കൊണ്ടുപോയിട്ട് എനിക്കിപ്പോൾ വണ്ടി വേണമെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ തരാനുണ്ടാവില്ല. ഓക്കെ. 6 മാസം ബുക്കിംഗ് ഉണ്ട് രണ്ട് വണ്ടിക്കും. ഇതിന്റെ കിലോമീറ്റേഴ്സോ? ഇത് വന്നിട്ട് 4500 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. ടോപ്പ് എൻഡ് ആണ് വരുന്നത് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ്. വേറെ പറയാനൊന്നുമില്ല, ഫുള്ളി നീറ്റ് തന്നെയാണ് വണ്ടി. ഓക്കെ. മാനുഫാക്ചറിങ് വരുന്നത് ഇത് 2023 മാനുഫാക്ചർ വരിക. ഇനിയിപ്പോൾ RC വരുമ്പോൾ 2024 ആയിട്ടാണ് രജിസ്ട്രേഷൻ വരിക. രണ്ടും സെയിം തന്നെയല്ലേ? 2023 രജിസ്ട്രേഷൻ വരുമ്പോൾ 2024 വരുന്നത്. ഗ്രാൻഡ് വിറ്റാറിന്റെ എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? ഗ്രാൻഡ് വിറ്റാര നമ്മൾ ചോദിക്കുന്നത് 21,50,000 രൂപയാണ്. 21. ഓക്കെ. ഫ്രഷിന് ഇപ്പൊ എത്ര ഉണ്ട്? ഫ്രഷിന് 22.25 വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതില് ഒരു 60,000 രൂപേന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഈ ബേസിക് ആക്സസറീസ് ആണോ അല്ലെങ്കിൽ? ആക്സസറീസും ഉണ്ട്. പിന്നെ അതേപോലെ ഇതിന്റെ മുകളിൽ കംപ്ലീറ്റ് മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്, ഗ്രാഫൈൻ ചെയ്തിട്ടുണ്ട്. ഓ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രാഫൈൻ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ്. അതെ. ഇനി എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് കൊണ്ടുപോവുക, ഓടിക്കുക. വളരെ ലോ കിലോമീറ്റേഴ്സ് ഓടിയൊരു വണ്ടി. ഇതിന്റെ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 25,80,000 രൂപയാണ്. 25,80,000. ഇതിന്റെ ഇപ്പോഴത്തെ ഇത് പുതിയ വണ്ടിക്ക് വരുന്നത് 26,40,000. 26,40,000. ഈ രണ്ടിന്റെ കേസിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ അല്ലെങ്കിൽ ഫിക്സഡ് ആണോ? ഇത് നമ്മള് നെറ്റ് ആക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ടേബിളിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റം വരുത്താന്നുള്ളൂ. വളരെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മള് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പറഞ്ഞ ആസ്കിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് ക്ലോസ് തന്നെ ആയിരിക്കും നെറ്റിലേക്ക് വരുമ്പോഴും. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല റേറ്റ് തന്നെ കിട്ടുമല്ലോ, കാരണം പുതിയ വണ്ടിയാണല്ലോ. രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ രണ്ടും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. ഒന്ന് സുസുക്കിന്റെ ഗ്രാൻഡ് വിറ്റാറ, അതുപോലെ തന്നെ ടൊയോട്ടോന്റെ ഹൈറൈഡർ. ഓക്കെ. അടുത്ത നമ്മുടെ അടുത്തൊരു 7 സീറ്റർ. അതെ, ഒരു 10 ലക്ഷം രൂപന്റെ ഉള്ളിൽ നമുക്ക് ഒരു 7 ആൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനം. നല്ലൊരു വാഹനം. അതെ, മാരുതിയുടെ വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു വാഹനം. എർട്ടിഗ ഏതാ മോഡല്? ഇത് 2020 മോഡല്, സിംഗിൾ ഓണർ. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതാണ്. ആ വേരിയന്റ് വരുന്നത് VXi ആണ് വരുന്നത്. VXi ആണ് വരുന്നത്. ഫീച്ചേഴ്സ് ഇപ്പോൾ ഏതൊക്കെയായിരിക്കും മിസ്സിങ്? ഇതിലിപ്പോ മിസ്സിംഗ് ആയിട്ടുണ്ടാവുക പ്രസ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, അലോയിൽ ഉണ്ടാവില്ല. പിന്നെ ഉള്ളിലെ സീറ്റ് ഒന്ന് മാറും, സീറ്റ് കവർ.
മേജർ ചേഞ്ചസ് ഇല്ല, എന്നാലും ഇതൊക്കെ ഫീച്ചേഴ്സ് ഇത് മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഓപ്ഷൻ ആണല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. MUV കാറ്റഗറിയിൽ വരുന്ന ഒരു 7 സീറ്റർ ഇവിടെ അവൈലബിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ അല്ല പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കയാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32,000 പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ ഒരു വീട്ടിലേക്ക് പെട്രോൾ മാനുവൽ വരുന്നത്. അതെ, പെട്രോൾ മാനുവൽ. പിന്നെ അത്യാവശ്യം നമുക്ക് ലോങ് ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. 7 പേരെയും വെച്ചിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു, എല്ലാവരും നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് എർട്ടിക. ശരിയാണ്. മാരുതിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 7 സീറ്ററിൽ വിറ്റുപോയ വണ്ടി എന്ന് പറഞ്ഞാൽ എർട്ടിക. അതിപ്പോ ഈ ജാനുവരിയിലത്തെ ഇത് വന്നപ്പോഴും എർട്ടികയാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. 7 സീറ്ററിൽ എർട്ടികയാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. നല്ലൊരു വണ്ടി തന്നെയാണ്. എങ്ങനെയാ ഇപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 9,25,000 രൂപയാണ്. 9,25,000. ചെറിയൊരു സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ചെറിയ മാറ്റങ്ങൾ വരുത്തും. ചെറിയ മാറ്റങ്ങൾ. ഓക്കെ, 9,25,000 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ലൊരു 7 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് മാരുതിയുടെ സുസുക്കിന്റെ എർട്ടിക. അടുത്ത ഹുണ്ടായിന്റെ അൽക്കസാർ. അതെ, ഒരു 6 സീറ്റർ വെഹിക്കിൾ. 6 സീറ്റർ വെഹിക്കിൾ. ഏതാ മോഡല്? ഇത് 2022 മോഡല്, പ്ലാറ്റിനം ഓപ്ഷൻ. 2022 മോഡൽ പ്ലാറ്റിനത്തിൽ ഓപ്ഷൻ വരുന്നത്. അതെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ടാവും. ഇതിന്റെ മുകളിൽ വരുന്നത് സിഗ്നേച്ചർ ആണ്. ഇത് പ്ലാറ്റിനം ഓപ്ഷൻ. ഇത് സിഗ്നേച്ചറിന്റെ തൊട്ട് താഴത്ത്. ഓക്കെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഓപ്ഷൻസും എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. 360 ക്യാമറ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫുഡ് ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൺറൂഫ് അവൈലബിൾ ആണ്. പെട്രോളില് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫുൾ കമ്പനി ഹിസ്റ്ററിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഓക്കെ, കിലോമീറ്റേഴ്സ് എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ 27,000 കിലോമീറ്റേഴ്സ് ഓടിക്കും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. അതെ, ഒരു 7 സീറ്ററിൽ നമുക്ക് നല്ല ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റിയ വാഹനം. 6 സീറ്റർ. അതെ, 6 സീറ്ററിൽ. ഓക്കെ, ഇന്നോവ ക്രിസ്റ്റ എടുത്താൽ പോലും സൺറൂഫും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫീച്ചറിൽ പിന്നെ ഉണ്ടായും ഈ ഒക്കെ തന്നെ കടത്തി വിട്ടാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, സ്റ്റിൽ എന്താ വാറണ്ടി തന്നെയാണോ? അല്ലെ വാറണ്ടി ഇപ്പോഴേ 3 വർഷത്തേക്കാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, 2022 മോഡലല്ലോ? 2022 വാറണ്ടി തന്നെ ആയിരിക്കാം. ഓക്കെ, എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇതിപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് 19,70,000 രൂപ. 19,70,000 രൂപ. ഓക്കെ, അതിലൊക്കെ ഏകദേശം എത്ര പെർസെൻറ്റേജ് ലോണ് കയറും? അതിൽ നമുക്കൊരു 15 ലക്ഷം റുപ്യ വരെയൊക്കെ ലോൺ ചെയ്യാം. ഒരു 3-4 ലക്ഷം റുപ്യ ഐ പി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. അപ്പോൾ ഹുണ്ടായിൻ്റെ അൽക്കസാർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഹുണ്ടായിൻ്റെ ഒരു ക്രെറ്റ ഞാൻ കാണുന്നുണ്ട്. അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2022 മോഡൽ. വേരിയന്റ് SX ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളുണ്ട്. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. 2022 മോഡലാണ്. 2022 സെയിം. അതും ഡീസൽ ഓട്ടോമാറ്റിക് 2022. ഓക്കെ, ഇതിന്റെ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓണർ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റേഴ്സ് എങ്ങനെയാ? ഇത് കിലോമീറ്റർ വന്നത് 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റേഴ്സ്. അതിന് നമുക്ക് ഏകദേശം എത്ര മൈലേജ് എക്സ്പെക്ട് ചെയ്യാം? ക്രെറ്റന്റെ മൈലേജ് ഒന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. 15 കിലോമീറ്റർ 16 കിലോമീറ്റർ ഒക്കെ ഓട്ടോമാറ്റിക്കിന് കിട്ടുന്നുണ്ട്. മൈലേജ് ഉള്ളതിനെ കൊണ്ടാണ് ക്രെറ്റ അത്രയും റോട്ടുമ്പിൽ കാണുന്നത്. പുതിയ ക്രെറ്റ ഇറങ്ങി. അതെ, ക്രെറ്റ സെൽറ്റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഒന്നെങ്കിൽ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കും, ഒന്നെങ്കിൽ ഫീച്ചർ അല്ലെങ്കിൽ മൈലേജ്. ഈ 2 കാര്യമാണ് ഓൾമോസ്റ്റ് എല്ലാവരും നോക്കുക. പിന്നെ ബഡ്ജറ്റും. അതിലെല്ലാം കൂടി ഒതുങ്ങി വരുന്ന വണ്ടികളാണ് ഈ സെൽറ്റോസ്, ക്രെറ്റ, വെന്യൂ, XUV ആണ്. അതെ അതെ, കാരണം ക്രെറ്റന്റെ അത്രയും സെയിൽ നടന്നൊരു വണ്ടിയാണ്. ഹുണ്ടായിൽ അത്രയും സെയിൽ നടന്നൊരു വണ്ടിയാണ് ക്രെറ്റ എന്ന് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ അതിന്റെ 3rd ജനറേഷൻ കാര്യം ക്രെറ്റ ഇറങ്ങിയിരുന്നു. ഓക്കെ, ആ വണ്ടി ഈ വണ്ടിയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. ഗ്രില്ലൊന്ന് മാറും, പിന്നെ ടൈൽ ലൈറ്റ് മാറും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ. പിന്നെ അതിൽ അഡാസ് വരുന്നുണ്ട് 360. ഇതിലത് വരുന്നില്ല. പിന്നെ എഞ്ചിൻ ഓപ്ഷൻസും ചെറിയ വ്യത്യാസമില്ലേ? ഓപ്ഷൻസിൽ ചെറിയ എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതിൽ വിലയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്തായാലും ഉണ്ടാവുമല്ലോ. പുതിയ വണ്ടി ഇറങ്ങുമ്പോ എപ്പോഴും വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കാന്നല്ലാതെ ഒരിക്കലും ആ ഒരു എന്താ വെച്ചാൽ നമ്മളവിടെ ഒരു മഞ്ജുഷ്വാന്റെ വീടാണ് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മളോട് ചോദിച്ച് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് എന്താ വില എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്നോവ ക്രിസ്റ്റൻ്റെ വില പറഞ്ഞപ്പോൾ അവരന്ന് എടുക്കുന്ന സമയത്ത് ആകെ 30 ലക്ഷം റുപ്യൻ്റെ സെറ്റിനുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് നിർത്തുമ്പോൾ വണ്ടിക്ക് 36 ലക്ഷം റുപ്യ ഉണ്ട് സെറ്റിന്. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ അവരെന്നെ മേലോട്ട് നോക്കുക. പക്ഷേ നല്ല ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല വണ്ടികളിൽ, ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ വണ്ടി ഒരു 20 lakhs അബോവ് ഉള്ള വണ്ടികളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സെക്കൻഡ്സിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അപ്ഡേഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എപ്പോഴും വെഹിക്കിൾസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്. അതാകുമ്പോൾ ഒരു ഡിപ്രിസിയേഷൻ കിട്ടും. അതെ, അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മൾ എടുക്കുകയാണെന്നുള്ള ഒരു 10 years എങ്കിലും നമ്മൾ മാക്സിമം വണ്ടി ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു 5 കൊല്ലത്തേക്ക് ലോൺ ഇടും. 5 കൊല്ലത്തെ ലോൺ ഇട്ടിട്ട് ഈ വണ്ടി മെയിൻ്റെനൻസ് ചെയ്തതായി വരുമ്പോഴത്തേക്കും ആ 5 കൊല്ലത്തെ ഏകദേശം കഴിയും. പിന്നെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 5 കൊല്ലം വണ്ടി ഉപയോഗിക്കാം. കാരണം ആ ലോൺ അടച്ചു വരുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. അപ്പോഴത്തേക്കല്ല വണ്ടീന്റെ റേറ്റും മാറി. കാരണം നമ്മൾ വണ്ടി പുറത്തിറക്കുന്ന റേറ്റിനായിരിക്കില്ല ഈ ലോണും കാര്യങ്ങളൊക്കെ അടച്ചു വരുമ്പോൾ വരും. ശരിയാണ്. അപ്പോൾ അതാണ് ഒരു നല്ലൊരു എന്താ പറയുക, യൂസ്ഡ് കാർ എടുക്കുന്നതിന് നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നല്ലൊരു ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇപ്പം എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 20,25,000 രൂപയാണ്. 20,25,000. അതെ, പ്രൈസ് ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാം, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഹുണ്ടായിൻ്റെ കിയൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ? അതെ, ഹുണ്ടായി, ക്രിയ, പിന്നെ ബെൻസ്, ഓഡി, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ലക്ഷറി സെഗ്മെന്റ്സ്, പ്രീമിയം സെഗ്മെന്റ്സ് എല്ലാ കാറ്റഗറിയും ഉണ്ട്. മഹീന്ദ്രന്റെ ബൊലേറോ. അതെ, 2017 മോഡല്, 35,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ. 2017 മോഡല്. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? ഓണർഷിപ്പ് ഇപ്പൊ സിംഗിളാ. ഓക്കെ. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എന്താ റീപ്ലേസ്മെന്റ്? ഹിസ്റ്ററി ഇത് കമ്പനി ഹിസ്റ്ററി ആണെന്നാ കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, അപ്പൊ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ വണ്ടി. നമുക്കൊരു ഇതിൽ കിട്ടിയതാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ അറിയോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം ഈ ബൊലേറോക്ക് പ്രത്യേക ഒരു കാറ്റഗറി ആൾക്കാരുണ്ടല്ലോ, ബൊലേറോ ഇഷ്ടപ്പെടുന്നവർക്ക്. ബൊലേറോ നല്ല വണ്ടിയാണ് ശരിക്കും. നമുക്കിപ്പോ സിറ്റിയിലാണെങ്കിലും ലോങ് ഡ്രൈവ് പോവാണെങ്കിലും നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്. പിന്നെ ഈ ഒരു ഷേപ്പ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. ഇതിപ്പോ നമ്മള് 7,30,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. നെറ്റാണ്. അതൊരു ബൊലേറോ അവിടെ അവൈലബിൾ ആണ്, വെറും 7,30,000 നെറ്റ് പ്രൈസ് ആണ്. നമ്മുടെ മഹീന്ദ്രന്റെ പുതിയ സ്കോർപിയോ. ഏതാ മോഡല്? 2022 മോഡല്. 2022 മോഡല്. സിംഗിൾ ഓണർ, കോഴിക്കോട് വണ്ടി, ആകെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ ഡീസൽ. മാനുവൽ ഡീസലില് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. രാജാവിനെ പോലെ കൊണ്ടുനടക്കാൻ പറ്റും. അതിനുള്ളിൽ കയറി തന്നെ നമുക്ക് രാജാവിനെ പോലെ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. പഴയ സ്കോർപിയോന്റെ മാതിരില്ല, ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ്, ഇന്റീരിയർ, വണ്ടി ഓടിക്കാൻ തന്നെ ഇത് സ്കോർപിയോ ആണോന്ന് തോന്നിപ്പോവും ഓടിക്കുമ്പോ. അത്രയും റിഫൈൻമെന്റാ. ഓടിക്കാനും നല്ല സുഖമാണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാ. ആകെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറന്റി ഇപ്പോ 2022 മോഡലാണ് വണ്ടി. അപ്പൊ ഒരു 3 വർഷത്തേക്കാ ഉണ്ടാവുക. ഇതിപ്പോ നമ്മളിവിടെ ചോദിക്കുന്ന റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 20,50,000 രൂപയാണ്. 20,50,000. അതിൽ നമുക്കൊരു 17 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മഹീന്ദ്രന്റെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വണ്ടി. അതെ, അതൊരു ബൊലേറോ കാണിച്ചു. ഇന്നത്തെ ഇപ്പൊ പുതിയൊരു സ്കോർപിയോ കാണിച്ചിരിക്കുകയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് സ്കോർപിയോ. ഇങ്ങനത്തെ ഒരുപാട് ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ യൂസ് കാറിൽ വേണമെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് ഷമീസ് കാർ. ഒരുവിധ എല്ലാ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്താലോ? അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ചെറിയൊരു ഇടവേള. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാം. മറ്റൊരു ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.